ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പം നമ്മളെ മക്കയിലെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. മക്കയോടും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിനോടൊക്കെ മഅസലാമ പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാ മദീനയിലേക്ക് പോവാണ്. രാവിലെ തന്നെ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ പുറത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് നമ്മൾ മദീനയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മദീനയിലേക്ക് പോകുന്നത് ബദർ വഴിയാണ്. അതായത് ബദർ യുദ്ധം നടന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് ആ വഴിയാണ് മദീനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 hours എക്സ്ട്രാ ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ആ ഒരു പരിസരം. നമ്മൾ അധിക സമയം ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ ഉണ്ടാവാറുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ തിരിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല പൊടി പൊടിച്ച കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ വിട്ട് പോരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെ ഒരു വിഷമം തോന്നുമല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു വിഷമമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ബസ്സിൽ ഇരുന്ന ഉടനെ തന്നെ ഞാൻ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രീറ്റും അതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അങ്ങനെ 10-15 ദിവസം താമസിച്ച സ്ഥലം നമ്മൾ രണ്ടാമത് പോയി കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു താമസിച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ദിവസങ്ങളുടെ മെമ്മറിയൊക്കെ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബസ്സിൽ കയറിയ ഉടനെ തന്നെ നമ്മളുടെ ആ ലൊക്കാലിറ്റി, പിന്നെ അതുപോലെ ആ ബ്രിഡ്ജ്, അത് അവിടുത്തെ കച്ചവടക്കാർ, അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ കച്ചവടക്കാരൊക്കെ ഇല്ലീഗലായിട്ടാണ് കേട്ടോ അവിടെ കച്ചവടം ചെയ്യുന്നത്. അതായത് പോലീസ് വന്നു കഴിഞ്ഞാൽ അവരവരെ തുണിയിൽ വലിച്ച സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഒരൊറ്റ ഓട്ടമാണ്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അടുത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ആ കച്ചവടക്കാരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. നല്ല അടിപൊളി ദസ്വി, മുസല്ല, പിന്നെ കന്തൂറ, കുട്ടികളുടെ ഡ്രസ്സുകൾ, നല്ല നല്ല ലേഡീസിൻ്റെ നല്ല വലിയ വലിയ സൈസുള്ള മാക്സികൾ, മെഹന്തി, മൈലാഞ്ചി പൗഡർ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അവരുടെ അടുത്ത്. പിന്നെ മക്കയിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും 2 സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അവരുടെ അടുത്ത് നിന്നേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് 10 റിയാലിന് നല്ല ഭംഗിയുള്ള മുസല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില സാധനങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതിൽ പെട്ടതാണ് മുസല്ല, പെർഫ്യൂംസ്, അതുപോലെ വാച്ചസ്. ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമുക്ക് നല്ല ഭംഗിയുള്ള മുസല്ലകളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുന്നേ ഞാൻ നോമ്പിൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രാവശ്യം അങ്ങനെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വളരെ റാൻഡമായിട്ട് ഇതുപോലെ നല്ല മുസല്ലയൊക്കെ കാണുമ്പോൾ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന പള്ളിയാണ് ഐഷ പള്ളി. നമ്മൾ മദീനയിലേക്ക് പോകുന്ന വഴി കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നൊന്നും എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞ് ഡെസേർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെസേർട്ടിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സാൻഡ് ഇങ്ങനെ ഹീപ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടുന്നോ ഒരു കറുപ്പ് കളറ് പുക വരുന്നുണ്ട്. നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു കാറോ അല്ലെങ്കിൽ എന്തോ ഒരു വണ്ടി കത്തിയിട്ടുണ്ട്. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുകയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കാറ് പാസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ടും വാഷ്റൂമിൽ പോകാൻ ഒക്കെ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. നല്ല രീതിയിൽ ആളി കത്തുന്നുണ്ടത്. അപ്പോൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ബസ്, ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ്. ബസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും വാഷ്റൂമിൽ പോകാനും അതുപോലെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ ബദറിലെത്തിയപ്പം ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മഗ്‌രിബും ഇശായൊക്കെ നിസ്കരിച്ചത്. ഇരുട്ടായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്കും രാത്രി 11-11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മസ്ജിദുൻ നബവിയിൽ നമുക്ക് കയറാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അടുത്ത ദിവസം രാവിലെ നമുക്ക് 10 മണിക്കായിരുന്നു റൗള കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ റൗളയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. റൗളയിലെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമുക്ക് മദീനയിലെ ബാങ്ക് ഒന്ന് കേൾക്കാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ബാങ്കായിരുന്നു. അപ്പോൾ എനിക്കത് കട്ട് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ നമ്മൾ ബാങ്ക് കേൾക്കാം.
أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الله أكبر الله أكبر لا إله إلا الله. രണ്ട് രീതിയിലാണ് റൗലേക്കുള്ള പെർമിറ്റ്സ് വരുന്നത്. അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോവുകയാണെങ്കിൽ നുസ്ക ആപ്പ് വഴി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒരാൾക്ക് റൗലയിലേക്കുള്ള പെർമിറ്റ് കിട്ടും. അത് കൂടാണ്ട് നമ്മൾ ഗ്രൂപ്പിൽ പോവുകയാണെങ്കിൽ അവരെ ഗ്രൂപ്പായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് പെർമിഷൻ കിട്ടും. അപ്പോൾ നമ്മൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് വഴി ഇതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ്, അതായത് നമ്മൾ എത്രയോ ലേഡീസ് ഉണ്ട്, അപ്പോൾ ഇത്രയും ആളുകൾക്കുള്ള ഒരു ഗ്രൂപ്പ് പെർമിഷനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ റൗലൻ്റെ ആ ഒരു ഏരിയ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം പച്ച കാർപ്പറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മാറ്റിയിട്ട് എല്ലായിടത്തും സെയിം കളർ കാർപ്പറ്റാണ്. അതുകൊണ്ട് കാർപ്പറ്റിൻ്റെ കളറിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനിൽ നമുക്ക് ഏതാണ് അതിൻ്റെ ഒരു പരിധി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക സ്കാർഫ് തരും. അതായത് ഞങ്ങളുടെ സ്കാർഫിൻ്റെ കളറ് റെഡ് കളറാണ്, അതിന്മേൽ 3 വൈറ്റ് റിബൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ സ്കാർഫിൻ്റെ കളറ്. അപ്പോൾ ഇത് നമുക്ക് തരുന്നത് നമ്മൾ എവിടെ ഉണ്ടെങ്കിലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റൗലയിൽ കയറുമ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കാർഫ് ഒഴിവാക്കുന്നതാണ്. അതായത് റൗലയിൽ കയറുമ്പോൾ അവർക്ക് ഈ ഒരു സ്കാർഫ് ഇട്ട് നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനോ മുന്നത്തെ സഫിലേക്ക് പോകാനോ ഒന്നും അവരെ നമ്മളെ സമ്മതിക്കില്ല. എവിടെ ഈ സ്കാർഫ് കാണുന്നോ അവിടെ നമ്മളെ പിടിച്ചിട്ട് മാറ്റി ഒഴിവാക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അധിക സമയം റൗലയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മദീനയിൽ എത്തി പിറ്റേ ദിവസം റൗലയായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് മദീന സിയാറ. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് മസ്ജിദ് ഖുബയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം മദീനയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബ. മസ്ജിദ് നബവിയിൽ നിന്ന് മസ്ജിദ് ഖുബയിലേക്ക് നടന്ന് വരാനായിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു ഫുട്പാത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടും റിന്യൂവലും എക്സ്പാൻഷനും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മോഡേൺ ആർക്കിടെക്ചറിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ മസ്ജിദ് ഖുബയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തിട്ട് വരണം. അങ്ങനെയാണ് പ്രവാചക ചര്യ. പുറപ്പെടുന്ന സമയത്ത് വുളു എടുത്ത് മസ്ജിദുൽ ഖുബയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ നമുക്കൊരു ഉംറ ചെയ്തതിൻ്റെ കൂലിയാണ് കേട്ടോ കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും മസ്ജിദ് ഖുബയിൽ വരാറുണ്ടായിരുന്നു. ഒന്നുകിൽ കാൽനടയായിട്ടോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരുന്നു വരാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മസ്ജിദ് ഖുബയുടെ ഇൻറ്റീരിയർ. ഇവിടുത്തെ എല്ലാ പള്ളിയിൽ കയറുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഇവിടുത്തെ ആർക്കിടെക്ചറും പിന്നെ ഇവിടുത്തെ ഈ ഒരു ഷാൻഡിലിയേഴ്സും ഇവിടുത്തെ ലൈറ്റ്സും എല്ലാം സ്പെഷ്യലാണ് കേട്ടോ. എക്സ്ട്രീംലി വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ പള്ളിയൊക്കെ. കാരണം അത്രയും ആളുകൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഇവിടുത്തെ റെസ്റ്റ് റൂംസും വാഷ്റൂംസും ഒക്കെ ഭയങ്കര നീറ്റാണ്. അതുപോലെ മുസാഫ് വെക്കാനുണ്ടാക്കിയിട്ടുള്ള റാക്സൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ.
മുസാഫിൻ്റെ സ്റ്റാൻഡുകളും നല്ല രസത്തിൽ ഈ റാക്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ഇഷ്ടം പോലെ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഒരേ സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആളുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വുളുവൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നതിന് ശേഷം 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലേഡീസും ജെൻസും വേറെ വേറെ സൈഡ് ആയതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളീൻ്റെ ഈ ഒരു സറൗണ്ടിങ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തു. ഇതാണ് ആണുങ്ങൾ കയറുന്ന മെയിൻ എൻട്രൻസ് കേട്ടോ. നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് ബസ്സിൻ്റെ പാർക്കിങ്ങിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമസ്കരിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ ടെൻറ്റുകളും അവർ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ നല്ല രസത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ഗാർഡൻസും പിന്നെ പുല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറേ സ്ഥലങ്ങൾ പോകാണ്ട് കേട്ടോ. പക്ഷേ എല്ലാ പള്ളികളൊന്നും നമ്മൾ ഇറങ്ങി കാണുന്നില്ല. വളരെ റെയറായിട്ടുള്ള കുറച്ച് 2-3 സ്ഥലത്ത് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അടുത്തത് നമ്മൾ പോയിട്ടുള്ളത് മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്കാണ്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ 2 ഖിബിലകളുള്ള പള്ളി എന്നാണ് അർത്ഥം. ഈ പള്ളിയിൽ നിന്നാണ് ജെറുസലേം ഖിബിലയാക്കി നിസ്കരിച്ചു കൊണ്ടിരുന്ന നബിക്ക് മക്കയിലെ കഅബ ഖിബിലയാക്കി നമസ്കരിക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആണുങ്ങളുടെ എൻട്രൻസ്. ലേഡീസിന് വേറെ തന്നെ എൻട്രൻസ് ആയിരുന്നു. ഇവിടെ 2 വ്യത്യസ്തമായ ഡയറക്ഷനിൽ 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. കാലക്രമേണ ആദ്യമുണ്ടായ മിഹ്റാബ് പൊളിച്ചു കളഞ്ഞു. പിന്നെ കഅബിൻ്റെ നേരെയുള്ള മിഹ്റാബ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മസ്ജിദ് ഖുബൻ്റെ അത്ര വിശാലമായിട്ടുള്ള പള്ളിയൊന്നുമല്ല. എന്നാലും ഇഷ്ടം പോലെ ആളുകൾ വരുന്നു നമസ്കരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ അവിടെ കയറി നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ചു. വീണ്ടും ഇതുപോലെ എല്ലാവരുടെ അടുത്തും ഒരു പോയിന്റിൽ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ സ്ഥലത്ത് നമ്മളെല്ലാവരും ഒത്തുകൂടി വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ പോകുന്നത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ഏകദേശം ലോഹർ നമസ്കാരത്തിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉഹദ് യുദ്ധത്തിലെ ജബൽ അൽ റുമാത്ത് ഉണ്ട്. ആ ഒരു മലൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പള്ളിയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലോഹറൊക്കെ നമസ്കരിച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള ആ ഒരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പം യാത്രയിലുടനീളം ഈ മല ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. ഇത് ഉഹദ് മലയാണ്. ഇത് എത്രയോ കിലോമീറ്ററുകളോളം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നല്ല റെഡ് കളറിലാണുള്ളത്. അവിടെ നമ്മൾ മക്കത്ത് മലകളൊക്കെ കണ്ട സമയത്ത് അതിനൊരു ബ്ലാക്ക് കളറായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല റെഡ് കളറിലായിരുന്നു മലകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈത്തപ്പഴത്തോട്ടം കാണാൻ പോവാണ്. അവിടെ തന്നെ അവിടെ സെയിലും ഉണ്ട്. ഡേറ്റ്സ്, പല ടൈപ്പ് ഡേറ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം ഡേറ്റ്സ് ഉണ്ടാവുന്ന ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ മരത്തുമ്പിൽ ഡേറ്റ്സ് തൂങ്ങി നിൽക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ആ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് പേരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മളുടെ കൂടെയുള്ള ഷംസുക്ക ആൻഡ് വൈഫാണ്. അവർക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാനും ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയതായിരുന്നു കേട്ടോ. അകത്ത് അവരുടെ ഒരു ഹാളിൽ വെച്ചിട്ട് അവർ പല ടൈപ്പ് ഡേറ്റ്സും പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു ടാങ്കിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതിങ്ങനെ ഇറിഗേഷൻ കനാലിലേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ സിയാറത്തിന് ഇറങ്ങുന്ന ഒരു വിധപ്പെട്ട ബസ്സുകളൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടുന്ന് ഡേറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. ചെറിയൊരു സ്ഥലം കേട്ടോ, അങ്ങനെ ഭയങ്കര വലിയൊരു ഏരിയ ഒന്നല്ല. അപ്പോൾ ആ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇതുപോലെ ചെറിയ കനാലുകളുണ്ട്. ഈ കനാലിലൂടെയാണ് ഇറിഗേഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുന്നത്. ഇത് നവംബർ ആയതുകൊണ്ട് തന്നെ ഡേറ്റ്സിൻ്റെ ഒരു സീസണേ അല്ല. നല്ല ചൂട് കാലത്താണ് ഡേറ്റ്സ് പഴുത്ത് ഇതിൽ കൊല പോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ടാങ്കിൽ നിന്ന് ഇതുവഴിയാണ് വെള്ളം ഇങ്ങനെ ആ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
ഈ വെള്ളത്തിൽ ആളുകൾ കൈ കഴുകുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഡേറ്റ്സ് വാങ്ങിയിട്ടും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വരുന്നവർ ഡേറ്റ്സിൻ്റെ കുരു, ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് ഫുള്ള് ഡേറ്റ്സിൻ്റെ സീഡാണ്. അത് ഈ വെള്ളത്തിലേക്ക് ഇടുന്നുമുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അവർ ചായയും അതുപോലെ പക്കോട, സമൂസ അതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതായതുകൊണ്ട് പൈസ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളെ ഗ്രൂപ്പിൽ ആളുകളുണ്ടല്ലോ കൂടെ. അപ്പോൾ അവരൊക്കെ എനിക്ക് ചായ വാങ്ങി തന്നു. പിന്നെ നമ്മൾ കടികളൊക്കെ വാങ്ങി ഷെയർ ചെയ്തു. ശരിക്കും നമ്മളിങ്ങനെ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത കുറേ ആളുകളായിരിക്കും ആ യാത്ര തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ യാത്ര കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ഫാമിലി പോലെ തന്നെ ആയിട്ടുണ്ടാവും. അങ്ങനെ അവിടം വരെ പോയ സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. അതിനകത്ത് ഭയങ്കര തിരക്കാണ്. ഇതുപോലെ പല ടൈപ്പ് ഡേറ്റ്സ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇഷ്ടം പോലെ ആളുകൾ അത് പർച്ചേസ് ചെയ്യാനുമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അവർ ടേസ്റ്റ് ചെയ്യാനും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ എനിക്ക് വാങ്ങിക്കാനുള്ളൊരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ കയറി എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി. ഇതിനകത്ത് നല്ല തിരക്കാട്ടോ. നമുക്ക് അവിടെ നിന്ന് നിൽക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നുമുള്ളൊരു ഗ്യാപ്പില്ല. ഞാൻ ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ച് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങിയതാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഒന്നും കൂടെ വിശാലമായി ആ ഈത്തപ്പഴത്തോട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ നേരെ ബസ്സിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ഡേറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചില ഡേറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം നോക്കിയിട്ടേ കഴിക്കാവൂ. പിന്നെ ക്വാളിറ്റി വൈസും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു തിരക്ക് കണ്ടിട്ട് പ്രൈസും കുറച്ച് ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ പോണത് ഉഹദിലെ ശുഹദാക്കളെ മറവ് ചെയ്ത ആ ഒരു സ്ഥലം കാണാനും അതുപോലെ അവിടെ പള്ളിയിൽ കയറി ളുഹർ നമസ്കരിക്കാണ്ട്. മാത്രമല്ല ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് അവർ വക വയ്ക്കാണ്ട് ആ ഒരു മലൻ്റെ മേലിൽ നിന്ന് അവർ ഇറങ്ങിപ്പോന്നല്ലോ. ആ ഒരു മലയാണ് ജബൽ അൽ റുമാത്ത്. അപ്പോൾ ആ ഒരു മലയും കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഉടനീളം നമ്മൾ ഈ ഉഹദ് മല കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പോണത്. എത്രയോ കിലോമീറ്ററുകളോളം ഈ മല എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയ നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. അങ്ങനെ അവിടുത്തെ പള്ളിയിലേക്ക് നടന്നു പോണ വഴിയാണ് ഇങ്ങനെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ആ ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് പടയാളികളെ നിർത്തിയതെന്നും എവിടെ നിന്നാണ് അവർ ഇറങ്ങി പോകുന്നതെന്നും ഏതിലെയാണ് മുശ്രിക്കുകൾ വന്നിട്ട് ആക്രമിച്ചതെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഡയഗ്രാമിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പള്ളി അത്യാവശ്യം വലിയ പള്ളിയാട്ടോ. മാത്രമല്ല അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ വെൽ ആൻഡ് വെരി നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ അകത്താണ് ശുഹദാക്കളുടെ ഖബറുകളൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഈ മലനിരകളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തിട്ടില്ല, ഏകദേശം ടൈം ആയിട്ടുള്ളൂ. നമ്മളെല്ലാവരും വാഷ്റൂമിൽ പോയി വുളുവൊക്കെ എടുത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളീൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും എവിടെ കൂടേണ്ടെന്നുള്ളൊരു പോയിന്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടിയതിന് ശേഷം ഇവിടുത്തെ ബാക്കി ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ അമീർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പള്ളീൻ്റെ ഒരു ഇൻറ്റീരിയർ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ എവിടെയും കാണാത്ത പല പല കാര്യങ്ങളും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമസ്കാരത്തിന് കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ അത്ര ആളുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വ്യത്യസ്തമായി കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. ഓരോ സ്ഥലങ്ങളെ ഇടവിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ബെഞ്ച് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ചാരി ഇരിക്കാൻ കുഷൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ചെയറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം. ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ഇതുവരെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ കാർപ്പറ്റും അതുപോലെ ലൈറ്റ്സും ഇൻറ്റീരിയറൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഖുർആൻ വെക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലാംഗ്വേജസിലുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട് അവിടെ. പിന്നെ കണ്ടോ, അത് ഖുർആൻ വെക്കുന്ന സ്റ്റാൻഡുകളാണ്. അങ്ങനത്തെ സ്റ്റാൻഡുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ. ഒക്കെ നല്ല വുഡൻ സ്റ്റാൻഡുകൾ, നല്ല ഫിനിഷിംഗ് ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഈ ഒരു പള്ളിയും ഇതിൻ്റെ പരിസരമൊക്കെ ഉള്ളത്.
പിന്നെ കുറച്ചും കൂടെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 3 റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് ഇതുപോലെ. പിന്നെ ഈ തൂണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റെഫ്രിജറേറ്റേഴ്സിലൊക്കെ അവർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതായത് നല്ല പാക്കേജ്ഡ് വാട്ടർ ബോട്ടിൽ. പക്ഷേ നമ്മളെ നാട്ടിലൊന്നും ഇത് നടപടിയാവില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇത് ആവശ്യമുള്ളവർ മാത്രം ഒരു 1 2 ബോട്ടിലെടുത്ത് പോകണുള്ളൂ. നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഒരു ഫാമിലി കയറി വന്നാൽ തന്നെ ചിലപ്പം ഒരാൾ തന്നെ ഒരു 4 5 ബോട്ടിലെടുത്ത് ബാഗിലേക്ക് വെക്കും. അപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റംസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ നമസ്കാരത്തിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കിനും പള്ളി ഏകദേശം ഒരു ഹാഫൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ എല്ലാ പള്ളിയിൽ കയറിയാലും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു സാധനം ഇവിടുത്തെ ലൈറ്റ്സാണ്. പല ടൈപ്പ് ലൈറ്റ്സ്, അടിപൊളി ഷാൻഡ്ലിയേഴ്സ്, ഈ ക്രിസ്റ്റൽസൊക്കെ വെച്ചിട്ടുള്ളതുണ്ട് ചില പള്ളിയിലൊക്കെ. ഭയങ്കര ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജബൽ അൽ റുമാത്തിൻ്റെ മുകളിലായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഭടന്മാരെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നബിയുടെ ആ ഒരു ആജ്ഞ അനുസരിക്കാണ്ട് അവരൊക്കെ ഇറങ്ങി പോരുകയും ചെയ്തു. ശത്രുക്കൾ ബാക്കിൽ നിന്ന് വന്ന് ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ശുഹദാക്കളെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണത്. ശുഹദാക്കളെ മറവ് ചെയ്ത സ്ഥലമാണെങ്കിലും അവിടെ യാതൊരു രീതിയിലുള്ള കെട്ടിപ്പൊക്കലുകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു അനാചാരങ്ങളോ ഇല്ല കേട്ടോ. അങ്ങനെ ഇതോടുകൂടി നമുക്ക് മദീനയിൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് സഹാബിമാരുടെ പേരിലുള്ള പള്ളികളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മൾ മദീനയിലെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ അൽബേക്ക് നിന്നായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു അൽബേക്ക്. പോകാൻ ഇനി ഏതായാലും 2 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.